ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 4 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ SCRT ക്ലാസ്സുകളോ NCERT ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. ശരിയാണ്. PM ശ്രീ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതും ശരിയാണ്. ഇനി 2023 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. തെറ്റാണ്. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റേസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയാണ്. അപ്പോൾ 2022 കേന്ദ്രമന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? ഉൾപ്പെടാത്ത മലയാളിയാണ് ചോദിച്ചിരിക്കുന്നത്. MT വാസുദേവൻ നായരാണ് വരാത്തത് അല്ലേ? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠ സ്വാമികൾ. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്നു. ശരിയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണും ഗുണഭോക്താക്കളാണ്. ശരിയാണ്. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് ആനുകൂല്യം. അതും ശരിയാണ്. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവനകളൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാമാണ്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതായിട്ടുള്ള ആർക്കൊക്കെയാണ്? അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ മോഹൻലാലും. ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? 2, 4. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2, 4. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം BBG റാംജി എന്നാണ്. അതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അസാമിൽ വെച്ച് നടന്ന 79-ാം സന്തോഷ് ട്രോഫി മത്സരത്തിൽ ജേതാക്കളായ ടീം ഏതാണ്? 79ാമത് സന്തോഷ് ട്രോഫി മത്സരത്തിൽ ജേതാക്കളായ ടീം ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ, സർവീസസ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സഹോദരന്മാർ? ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇത് നിക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ഇത് നമുക്ക് കറക്റ്റ് SCRT പറഞ്ഞ ഒരു ഇത് തന്നെയാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്, പണ്ഡിറ്റ് കറുപ്പൻ. SCRT ക്ലാസ്സുകളും NCERT ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എടുത്ത് പറയുന്ന ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ചോദിച്ചിരിക്കുന്നത്. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആർ വൈരമുത്തു. 2026 ദി ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത്? 2026 ദി ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡൽഹി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരാം. 1, 2, 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഈ ഒരു കറക്റ്റ് നമുക്ക് NCERTയിൽ ഗതാഗതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു ചാപ്റ്ററിലെ ഒരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ, പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞ ഒരു ടേബിൾ തന്നെയായിരുന്നു. അതായത് നമുക്ക് ടേബിളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് സുവർണ്ണ ചതുഷ്കോണം അതുപോലെ തന്നെ എന്താണ് ഇടനാഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 ക്വസ്റ്റ്യനും 3ാമത്തെ സ്റ്റേജിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് സുവർണ്ണ ചതുഷ്കോണം ചോദിച്ചു. 4ാമത്തെ സ്റ്റേജിൽ ഈ ഇടനാഴിയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 2 സ്റ്റേജിൽ ഫസ്റ്റത്തെ സ്റ്റേജിലും ഗതാഗതത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. ശരിയാണ്.
സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പു തടാകം ഏതാണ്? രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പു തടാകം ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, സാംബർ തടാകം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ഛത്തീസ്ഗഡ്. ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താർ മരുഭൂമിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, മരുസ്ഥലി, രാജസ്ഥാൻ ഭാഗം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ. ആൻസർ ഓപ്ഷൻ എ ആണ്, കോറമാൻഡൽ തീരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, മുംബൈ CST. ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ സംപ്രേഷണം ചെയ്ത വർഷം ഏതാണ്? ഇത് നമുക്ക് SCRT ഇല്ല, നമുക്ക് കറക്റ്റായിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. നമ്മൾ PSC പഠിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. എന്നാലും നമുക്ക് കറക്റ്റ് NCERT-യിൽ ഈ റേഡിയോ, ടെലിവിഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പറഞ്ഞല്ലോ അല്ലേ, +2-ലെ NCERT ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ ട്രാൻസ്പോർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിനുശേഷം ലാസ്റ്റ് വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട് റേഡിയോ, ടെലിവിഷൻ ഇല്ലാന്ന് തോന്നുന്നു, റേഡിയോ, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് റേഡിയോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം PSC പഠിക്കുന്നത് എന്തായാലും പഠിച്ചിരിക്കുന്ന ആ ഒരു കോഡ് തന്നെയാണ്. എന്നാൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഏതാണ് വരുന്നത്? ബി ആണ്, 1923. ഭൗമതാപോർജ്ജ നിലയമായ മണികർണ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മണികർണ എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ഹിമാചൽ പ്രദേശ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ആൻസർ ഓപ്ഷൻ ബി, രാംനാഥ് കോവിന്ദ്. നെക്സ്റ്റ്, പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണരൂപം. നീതി ആയോഗ്. ആൻസർ ഓപ്ഷൻ എ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2026-ലെ ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്? 2026-ലെ ബ്രിക്സ് അധ്യക്ഷതയ്ക്കായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ എന്ന് പറയുന്നത് ഏത് ചിഹ്നത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, താമര. ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. നെക്സ്റ്റ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ. 2026-ലെ ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026-ലെ ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ച രാജ്യം ഏതായിരുന്നു? ഇന്ത്യ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഭൂദാൻ പ്രസ്ഥാനം. 1916-ലെ പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. നെക്സ്റ്റ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്. സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ദർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 21. ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി മയക്കുമരുന്ന്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ആൻസർ ഓപ്ഷൻ സി ആനന്ദമഠം. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ആരുടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലേ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലിനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ഓപ്ഷൻ ഡി 1921 പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം? ആൻസർ ഓപ്ഷൻ എ ആണ് നേവി ബ്ലൂ. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ, ശങ്കരാഭരണമാണ് വരുന്നത്, ശങ്കരാഭരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം എത്രയാണ്? വനിതാ MLA-മാരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ, 11. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? SIR എന്തുമായി ബന്ധപ്പെട്ടതാണ്? SIR വോട്ടർ പട്ടികയാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വോട്ടർ പട്ടിക. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്? ഓപ്ഷൻ സി 2026 മെയ് 16. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. ശരിയാണ്. പെരിയാർ നദിയുടെ തീരത്ത് ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്ത തുടങ്ങിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. നമുക്കറിയാം മാരാമൺ കൺവെൻഷനൊക്കെ നടക്കുന്നത് പമ്പ നദിയിലാണ് അല്ലേ. ഇനി പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്നത് ആലുവ പെരിയാറിൻ്റെ തീരത്താണ്. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശരിയാണ്. ശാസ്താംകോട്ട തടാകത്തിൻ്റെ തീരത്ത് പ്രശസ്തമായ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. മാമാങ്കം നടക്കുന്നത് തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിൻ്റെ തീരത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. നമുക്കറിയാം തിരുനാവായൊക്കെ ഏത് ഭാഗത്താണ് വരുന്നത്? മലപ്പുറം ഭാഗത്താണ് വരുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് വരുന്നത്. ഭാരതപ്പുഴയുടെ ഭാഗത്തായിട്ടാണ് നടക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ശരിയാണോ? ശരിയാണ് അല്ലേ, ശരിയല്ലേ. ഇനി പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷാനി മോൾ ഉസ്മാൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, റോജി എം ജോൺ. താഴെ തന്നിരിക്കുന്നതിൽ അരയ സമാജക സ്ഥാപകൻ ആരാണ്? അരയ സമാജക സ്ഥാപകൻ ആരാണ്? KP കറുപ്പൻ അല്ലേ, KP കറുപ്പൻ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഓപ്ഷൻ ബി തിരുവനന്തപുരം. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതാണ്? കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതാണ്?
ഓപ്ഷൻ എ GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ശരിയാണ്. നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ്. എക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഓപ്ഷൻ സി ആണ് 1, 3 ശരിയാണ്. അപ്പോൾ നമുക്കറിയാം നെയ്യാർ അഗസ്ത്യാർകൂടത്തിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് PSC എപ്പോഴും അങ്ങനെ ആൻസർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാർകൂടം എന്നും കൊടുക്കാറുണ്ട്, മീശപ്പുലിമല എന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്താ കൊടുക്കുന്നത്? മീശപ്പുലിമലയാണ് കൊടുക്കുന്നത്. അതിനാൽ തന്നെ അവിടെ അത് തെറ്റായിട്ട് വരാം അല്ലേ? നോക്കാം കേട്ടോ ആൻസർ കീ വരുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കല്ലിമാല സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു, അതും അയ്യങ്കാളിയാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. ശരിയാണ്. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. ശരിയാണ്. 1846 കോട്ടയത്ത് മന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. അത് തെറ്റാണ്. അപ്പോൾ 1896 കോട്ടയത്ത് മന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2 ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹം 1947 മുതൽ 1948 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. അത് ശരിയാണ് അല്ലേ? ഇനി കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേനമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാൻ അവരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചെന്ന് പറയുന്നു. അതും ശരിയാണ്. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. AG വേലായുധൻ്റെ മരണം നടക്കുന്നുണ്ട്, പക്ഷേ സത്യാഗ്രഹം പിൻവലിച്ചിട്ടുണ്ടായിരുന്നോ? സത്യാഗ്രഹം പിൻവലിച്ചിട്ടുണ്ടോ? 1948 സത്യാഗ്രഹം അവസാനിക്കുന്നത്. 1947 അദ്ദേഹം മരിക്കുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശ്രീധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചു. അത് തെറ്റാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. ശരിയാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. അതും ശരിയാണ്. 2, 3 ശരിയാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 2, 3 ശരിയാണ്. ശ്രീധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? ശ്രീധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് അല്ലേ? വാഗ്ഭടാനന്ദനാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശരിയാണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ശരിയാണ്. ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം എ താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെ പട്ടിണി ജാതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കണ്ണൂർ നിന്ന് മദ്രാസ് വരെ ആരാണ്? AK ഗോപാലനാണ് അല്ലേ? AKG ആണല്ലേ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. AK ഗോപാലൻ. 1936 തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഷൺമുഖം ചെട്ടി.
മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സിദ്ദീഖോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. ശരിയാണ്. 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയി അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണമടഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂർ നിന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മലപ്പുറത്തെ തിരൂരിൽ നിന്നും കോയമ്പത്തൂർ എന്നല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ധാരണ സംഭവമാണ് വാഗൺ ട്രാജഡി അല്ലേ? അത് ശരിയാണല്ലേ. ആൻസർ ഓപ്ഷൻ ഏതാ വരാം? 1 ഉം 3 ഉം. ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ. 1 ഉം 3 ഉം ശരിയാണ്. നെക്സ്റ്റ്, കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? ജൂൺ 1 മുതൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ തൂഫാൻ. നെക്സ്റ്റ്, മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിൽ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്ന നാഡിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളി ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ അല്ലേ വരാ? ഓപ്ഷൻ എ ആണല്ലേ, മെനിഞ്ചസ്. ഇനി ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള അശുദ്ധരക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ഈ ഒരു ഇത് മതി. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ധമനികളാണ്. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ധമനികളാണ്. കഴിഞ്ഞ 10th പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിലല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കുട്ടികളിലെ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? റിക്കറ്റ്സ് ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ ഡി ആണല്ലേ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ്. കണി റിക്കറ്റ്സ് ഒക്കെ ഉണ്ടായില്ലേ? ഇതും ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഇതിലുണ്ടായിരുന്നു അല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്? ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? കാർസിനോജനുകൾ എന്നാണ്. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്, എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിൻ്റെ അളവാണ് വർദ്ധിക്കുന്നത്? വനനശീകരണം മൂലം ഏതിൻ്റെ അളവാണ് വർദ്ധിക്കുന്നത്? ഓപ്ഷൻ ബി അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ടാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണം അറിയാം അല്ലേ. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മരം നശീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാനായിട്ട് സസ്യങ്ങളില്ല അല്ലേ, വനമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവോടെ കൂടാണ് ചെയ്യുക. നെക്സ്റ്റ്, കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപം വളരുന്നതുമായിട്ടുള്ള വനങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, കണ്ടൽ വനങ്ങൾ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപാദകരാണ് ചോദിച്ചിരിക്കുന്നത്? ഉൽപാദകരായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ് പ്രാഥമിക ഉൽപാദകരായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഹരിതസസ്യങ്ങളെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ, CFC. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റും ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആരോഗ്യകിരണം. സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അല്ലേ, ഏലക്ക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമായിരിക്കും. ശരിയാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറൂലേ? ശരിയാണ്. ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ദ്രവ്യമാനം കുറയുന്നു. ദ്രവ്യമാനം കുറയുന്നേ ഇല്ല. ദ്രവ്യത്തിന് ഒരു മാറ്റം സംഭവിക്കില്ല. മാസത്തിനൊന്നും ഒരു വ്യത്യാസം സംഭവിക്കില്ല. ഭാരത്തിന് മാത്രമാണ് വ്യത്യാസം സംഭവിക്കുന്നത്. ഓക്കെ, ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം കുറയുന്നു, അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ്? ഐസോട്ടോപ്പുകൾ ഏതാണ്? കാർബൺ 14 കാർബൺ 12 ആണ് അല്ലേ. അതായത് ആറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിമും വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയാം. നെക്സ്റ്റ്, ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം ഏതാണ്? എന്താണ്? താഴ്ന്ന ദ്രവണാങ്കമാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറഞ്ഞ ദ്രവണാങ്കം. തുരുമ്പ് പ്രധാനമായും അയൺ ഓക്സൈഡ് ആണ്.
താഴെ തന്നിരിക്കുന്നതിൽ താപശോഷക പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രകാശ സംശ്ലേഷണം. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. കാരണം ഓപ്ഷൻ ബി, നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ഭൂമിയിൽ അന്തരീക്ഷമില്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ഏത് കളറായിരിക്കും? ആകാശം ഏത് കളറായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയിൽ അന്തരീക്ഷമില്ല അല്ലേ? അന്തരീക്ഷമില്ല എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ഓപ്ഷൻ ഡി അല്ലേ, കറുപ്പ്. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത് എന്ത് കാരണമാണ്? ഓപ്ഷൻ ബി, അപവർത്തനം. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു. കാരണം എന്താണ്? ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് മിന്നലാണ് ആദ്യമായിട്ട് കാണുക. എന്താണ്? ശബ്ദം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ, പ്രകാശത്തിൻ്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. ഇത് കറക്റ്റ് നമുക്ക് SCERT-ൽ ഒരു കുട്ടി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിലാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ. കറക്റ്റ് ആ ഒരു കുട്ടി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ആൽക്കലി ആയിരിക്കും അല്ലേ? ചുവന്നതിന് നീല എന്ന് പറയുമ്പോൾ ആൽക്കലിയാണ്. ഓപ്ഷൻ സി ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് വരിക അല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് വരിക, എണ്ണ ഒഴിച്ചാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് മാത്സ് ആണ്. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ പറഞ്ഞു പോകുന്നുള്ളൂ. 81ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 21. 82ൻ്റെ ആൻസർ നെക്സ്റ്റ് ഓപ്ഷൻ എ ആണ്, 11/12, 3/4 + 1/6. നെക്സ്റ്റ് 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി 40. 35ൻ്റെ സ്ക്വയർ ഓപ്ഷൻ സി 1225. റൂട്ട് 841 എത്രയാണ്? റൂട്ട് 841 ഓപ്ഷൻ 29. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഓപ്ഷൻ ഡി 5.5. 1500 രൂപ വിലയുള്ള കസേര 15% ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപയ്ക്ക് വിൽക്കണം? എത്രയാണ്? 1725 ഓപ്ഷൻ ബി. 18, 90, 108 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്രയാണ്? ഓപ്ഷൻ സി 18. ഒരു ലോറിയുടെ ശരാശരി വേഗത തന്നിട്ടുണ്ട് അല്ലേ? ഒരു ലോറിയുടെ ശരാശരി വേഗത 56 ആണ്. ലോറി 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഓപ്ഷൻ ബി ആണ്, 182 കിലോമീറ്റർ. രണ്ട് സംഖ്യകളുടെ ഉസാഗ 25, ലസാഗു 1500 ആണ്. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ, 750. 1, 2, 4 എന്ന ശ്രേണിയിലെ 10ാമത്തെ പദം ഏതാണ്? 10ാമത്തെ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, 512 ആണ് വരിക, 512. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുതേത്? ഏറ്റവും ചെറുത് ഏതാണ്? 2/5. ഓപ്ഷൻ ബി 2/5. നെക്സ്റ്റ് രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേന് 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഇതാണ്. ഓപ്ഷൻ എ 16. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സും കൂടെ കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടുമെങ്കിൽ ടീച്ചറുടെ വയസ്സ് ഓപ്ഷൻ സി 54. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ 343. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 9 ആണ് വരിക. 2x+1 1024 ആണെങ്കിൽ എക്സിൻ്റെ വില. ഒരു വരിയിൽ ഒരു കിരൺ മുന്നിൽ നിന്ന് 8ഉം പിന്നിൽ നിന്ന് 25 ആണെങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻ ബി 32. ഇനി പ്ലസ് എന്നാൽ ഹരണം 98ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 205. നെക്സ്റ്റ് അടുത്ത പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ZCE. 100ൻ്റെ ആൻസർ എന്താ വരുന്നത്? 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക ഏതാണ്? ഓപ്ഷൻ ബി 600 ആണ് വരിക. ഓക്കെ, അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.